Hi my dear children, hope you are keeping fine. Nice to meet you. Welcome back to our English classroom. Today we are going to learn the third unit, The Little Girl and the Umbrella. Are you ready? Okay, please look at the children in the picture. What do you see in the picture? Yes, do all children get good food and clothing? Do all children get good food and clothing? Do all of them live in houses with basic facilities? Do all children get good food and clothing? എല്ലാ കുട്ടികൾക്കും നല്ല ഭക്ഷണവും വസ്ത്രവും ലഭിക്കുന്നുണ്ടോ? Do all of them live in houses with basic facilities? എല്ലാ കുട്ടികൾക്കും വീടും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാകുന്നുണ്ടോ? Do all of them get education? എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ? ഡു ചിൽഡ്രൻ ഹാവ് റൈറ്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ? എല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങളും സംരക്ഷണവും എല്ലാം ലഭിക്കുന്നുണ്ടോ? ഹാവ് യു എവർ ഫെൽറ്റ് ദാറ്റ് യുവർ റൈറ്റ്സ് ഹാവ് ബീൻ വയലേറ്റഡ്? നിങ്ങളുടെ അവകാശങ്ങൾ എപ്പോഴെങ്കിലും ലംഘിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഹൗ ഷുഡ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് ബിഹേവ് ടുവാർഡ്സ് ചിൽഡ്രൻ? എങ്ങനെയാണ് പാരൻസും ടീച്ചേഴ്സും എല്ലാം കുട്ടികളോട് പെരുമാറുന്നത്? ഹൗ ഷുഡ് ചിൽഡ്രൻ ബിഹേവ് ടുവാർഡ്സ് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്? എപ്രകാരമാണ് കുട്ടികൾ അധ്യാപകരോടും രക്ഷിതാക്കളോടും പെരുമാറേണ്ടത്? ഡിയേഴ്സ്, പ്ലീസ് ലുക്ക് അറ്റ് ദി ചിൽഡ്രൻ ഇൻ ദ പിക്ചർ. വാട്ട് ആർ ദി ചിൽഡ്രൻ ഡൂയിങ്? വാട്ട് ആർ ദി ചിൽഡ്രൻ ഡൂയിങ്? ദേ ആർ staging a rally. They are protesting against some injustice. They are shouting slogans against the authorities. It seems that some of their rights are violated. What may be their rights? Yes, all children have the right to get good food, house, clothing, education, protection and care. Children should aware of their responsibility towards the grown-ups. Teachers and parents have the highest responsibility to safeguard the rights of the children. Okay, now let us read the opening chapter of the Little Girl and the Umbrella by Muttathu Varki, and see if the rights of the girl and her brother were violated or not. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളി നോവലിസ്റ്റായ മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവലിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിലുള്ള ഒരു സഹോദരനും സഹോദരിയും, ആ രണ്ട് കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ എപ്പോഴെങ്കിലും ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ അറിയാൻ പോകുന്നത്. Shall we go to the story? Okay, please listen. A girl in the rain. A girl in the rain. The sky was cloudy. The sky was cloudy. A cold breeze was blowing languidly. The trees on both sides of the country road were swaying gently in the wind. The sky was cloudy. ആകാശം കാർമേഘം നിറഞ്ഞതായിരുന്നു, മേഘാവൃതമായിരുന്നു. A cold breeze was blowing languidly, moving slowly. അതായത് ഒരു ചെറിയ തണുത്ത കാറ്റ് അവിടെ മെല്ലെ ഇങ്ങനെ അലസമായിട്ട് വീശി. languidly means അലസമായി. The trees on both sides of the country road were swaying gently in the wind. ആ ഗ്രാമപാതയുടെ റോഡുകളുടെ ഇരുവശവുമുള്ള മരങ്ങൾ കാറ്റിൽ ആടി. Lily, it is going to rain. You go with Gracie.
Baby said, pointing to the girl from the Pumangalam family. They are rich neighbors. ലില്ലി, മഴ പെയ്യാം. ലില്ലി, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോകുന്നു. നീ യു ഗോ വിത്ത് ഗ്രേസി. നീ ഗ്രേസിയുടെ കൂടെ പൊക്കോ. ബേബി സെഡ്, പോയിന്റിങ് ടു ദി ഗേൾ ഫ്രം ദി പൂമംഗലം ഫാമിലി, ദേ ആർ റിച്ച് നൈബേഴ്സ്. അപ്പോൾ ബേബി തങ്ങളുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അയൽവാസിയായ റിച്ച് നൈബറായ ഗ്രേസിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലില്ലിയോട് പറഞ്ഞു, നീ അവളുടെ കൂടെ പൊക്കോ. വാട്ട് എബൌട്ട് യു? ലില്ലി ആസ്ക്ഡ് ഹിം. വാട്ട് എബൌട്ട് യു? അപ്പോൾ നീയോ എന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഏട്ടനോ? ഐ വിൽ റൺ. ബേബി സ്റ്റാർട്ടഡ് റണ്ണിങ്. ഞാൻ ഓടും. ബേബി സ്റ്റാർട്ടഡ് റണ്ണിങ്. The raindrops started falling 1, 2, 4. The rain quickened. മഴ പെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ്? 1, 2, പിന്നെ 3 ഇല്ല, പിന്നെന്താണ് 4. അത്രയും മഴ അങ്ങനെ ക്യുക്കൻഡ്. മഴ ശക്തമായി, പെട്ടെന്ന് പെയ്യുന്ന ശക്തമായ മഴ. Then next subheading, the rain. Please listen. Lily also ran, holding her slate and books against her chest. ലില്ലിയും ഓടി. എങ്ങനെയാണ് ഓടിയത്? ഹോൾഡിങ് ഹെർ സ്ലേറ്റ് ആൻഡ് ബുക്സ് അഗെയിൻസ്റ്റ് ഹെർ ചെസ്റ്റ്. ബുക്കും സ്ലേറ്റും തൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളും ഓടി. ഷീ ഫെൽറ്റ് ദ റെയിൻ ലാഷിങ് ഹെർ ഫേസ്. ലാഷിങ് മീൻസ് ടു ഹിറ്റ് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ഷീ ഫെൽറ്റ് ദ റെയിൻ ലാഷിങ് ഹെർ ഫേസ്. അവൾക്ക് തോന്നി ആ മഴ അവളുടെ മുഖത്ത് വന്ന് അടിക്കുന്നത് പോലെ തോന്നി. ഷീ പ്ലേസ്ഡ് ദ സ്ലേറ്റ് ഓവർ ഹെർ ബുക്ക്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? തൻ്റെ സ്ലേറ്റ് എടുത്ത് ബുക്കിൻ്റെ മുകളിലേക്ക് വെച്ചു. വൈ ഡിഡ് ഷീ പ്ലേസ് ദ സ്ലേറ്റ് ഓവർ ദ ബുക്ക്? യെസ്, ഈവൻ ഇഫ് ദ റെയിൻ ഡ്രോപ്സ് ഫെൽ ഓൺ ദ സ്ലേറ്റ് നത്തിങ് വുഡ് ഹാപ്പൻ. ഇനി എങ്ങാനും മഴ പെയ്ത് നനഞ്ഞാലും, സ്ലേറ്റിൽ മഴ നനഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, ബുക്ക് നനഞ്ഞാലല്ലേ പ്രശ്നം. ഇറ്റ് വുഡ് നോട്ട് ഗെറ്റ് സ്പോയിൽഡ്. അപ്പോൾ ബുക്ക് നനയൂല്ല, അത് കീറില്ല എന്ന് അവൾ വിചാരിച്ചു. ഗ്രേസി, ക്യാൻ ഐ ടു? ലില്ലി begged and tried to get in under Gracie's umbrella. ലില്ലി നേരെ ഗ്രേസിയുടെ അടുത്ത് ചെന്ന് അവളോട് ബെഗ്ഡ് ചെയ്തു എന്നാണ്. ലില്ലി ബെഗ്ഡ്, റിക്വസ്റ്റഡ്, അങ്ങനെ അപേക്ഷിച്ചു, യാചിച്ചു. ക്യാൻ ഐ ടു? ഞാനും കൂടി കയറട്ടെ. ബട്ട് ഗ്രേസി മൂവ്ഡ് അവേ ഫ്രം ലില്ലി. ഗ്രേസീസ് നീറ്റ് ക്ലോത്hes were made of fine silk, but Lily was clad in quite old and torn clothes. But Gracie moved away from Lily. ഗ്രേസി അവളുടെ അടുത്തൊന്നും തെന്നി മാറി. ഗ്രേസീസ് നീറ്റ് ക്ലോത്hes were made of fine silk. ഗ്രേസിയുടെ ക്ലോത്ത്സ് എങ്ങനെ ഉണ്ടാക്കിയത്, എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? മെയ്ഡ് ഓഫ് ഫൈൻ സിൽക്ക്, പട്ടുകുപ്പായാണ് അവളുടെ ഡ്രസ്സ്. ബട്ട് ലില്ലി വാസ് ക്ലാഡ് ഇൻ ക്വൈറ്റ് ഓൾഡ് ആൻഡ് ടോൺ ക്ലോത്ത്സ്. എന്നാൽ ലില്ലിയുടെ വസ്ത്രം എങ്ങനെയുള്ളതാണ്? ബട്ട് ലില്ലി വാസ് ക്ലാഡ് മീൻസ് ഡ്രസ്ഡ് ഇൻ ക്വൈറ്റ് ഓൾഡ് ആൻഡ് ടോൺ ക്ലോത്ത്സ്. പഴയതുമാണ്, കീറിയതുമാണ് നമ്മുടെ പാവം ലില്ലിയുടെ ക്ലോത്ത്സ്. Gracie, please, Lily begged again. Go away, girl. I don't let you in under my umbrella, Gracie said stubbornly. Gracie, please, Lily begged again. വീണ്ടും യാചിച്ചു ലില്ലി ചെന്നിട്ട്. Go away, girl. I don't let you in under my umbrella. ഞാൻ നിന്നെ എൻ്റെ അംബ്രല്ലയിൽ കയറാൻ സമ്മതിക്കില്ല. ഗ്രേസി സെഡ് stubbornly മീൻസ് firmly, ഉറപ്പിച്ചു പറഞ്ഞു. ലില്ലി couldn't control her tears. ലില്ലിക്ക് തൻ്റെ കണ്ണുനീര് അടക്കാനായില്ല. ഷീ wept bitterly മീൻസ് loudly. അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. The rain also was quite cruel to her. മഴയും അവളോട് കരുണ കാണിച്ചില്ല, അവളോട് ക്രൂരതയാണ് കാണിച്ചത്. ഇറ്റ് കെയിം ഡൗൺ ഹെവിലി ഓൺ ഹർ. അതിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എങ്ങനെ? വളരെ ശക്തമായി അവളുടെ മേൽ പെയ്തുകൊണ്ടേയിരുന്നു മഴ. ലില്ലി റാൻ ഓൺ ആൻഡ് ഓൺ thoroughly wet. Heavy drops of rain fell on her face like pebbles falling from the sky. Muddy water ran against her little feet. Lily ran on and on thoroughly wet.
ലില്ലി ഓടി, അങ്ങനെ ഫുള്ള് നനഞ്ഞുകൊണ്ട് ഓടി. ഹെവി ഡ്രോപ്സ് ഓഫ് റെയിൻ ഫെൽ ഓൺ ഹർ ഫേസ് ലൈക്ക് പെബിൾസ് ഫോളിങ് ഫ്രം ദ സ്കൈ. അതായത് ആകാശത്തു നിന്നും വീഴുന്ന മഴത്തുള്ളികൾ ചരൽക്കല്ലുകൾ പോലെ അവളുടെ മുഖത്തടിച്ചു എന്നാണ് പറയണത്. മഡി വാട്ടർ റാൻ അഗെയിൻസ്റ്റ് ഹർ ലിറ്റിൽ ഫീസ്റ്റ്. ഓടുമ്പോൾ ആ ചളിവെള്ളം അവളുടെ പാദത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പുവർ ലില്ലി. ദെൻ നെക്സ്റ്റ് സബ് ഹെഡിങ് tears of rain. Please listen here. Lily took shelter in the veranda of a small shop on the country road. Her clothes and books were wet. What really upset her was her books getting wet. Lily took shelter in the veranda of a small shop on the country road. Lily വല്ലാണ്ട് മഴയല്ലേ, അപ്പോൾ അവൾ ഒന്ന് ഷെൽട്ടർ, ഒരു അഭയത്തിന് വേണ്ടി അവൾ ആ റോട്ടിലുള്ള ഒരു കടയുടെ വരാന്തയിൽ കയറി നിന്നു. ഹർ ക്ലോത്ത്സ് ആൻഡ് ബുക്സ് വേർ വെറ്റ്. അവളുടെ ബുക്സും അതുപോലെ തന്നെ സ്ലേറ്റും ആകെ നനഞ്ഞു. വാട്ട് റിയലി അപ്സെറ്റ് ഹർ വാസ് ഹർ ബുക്സ് ഗെറ്റിംഗ് വെറ്റ്. എന്തിനാണ് അവളുടെ വാട്ട് റിയലി അപ്സെറ്റ്, അവൾക്ക് എന്തുകൊണ്ടാണ് ഏറ്റവും അധികം വിഷമായത്? അവളുടെ ബുക്സും സ്ലേറ്റും നനഞ്ഞപ്പോഴാണ്. സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദി വരാന്ത ഷീ സ്റ്റാർട്ടഡ് സോബിങ്. ആ വരാന്തയുടെ ഒരു മൂലയ്ക്ക് നിൽക്കുമ്പോൾ അവൾ സോബിങ്, ആങ്ങലടിച്ച് കരയുന്നുണ്ടായിരുന്നു. ഷീ സോ ഗ്രേസി പാസിങ് ബൈ വിത്ത് ഹെർ അംബ്രല. അപ്പോൾ അവൾ കണ്ടു അവളുടെ മുന്നിലൂടെ ഗ്രേസി കുടയും പിടിച്ചിങ്ങനെ പോണു. ദ റെയിൻ ഡ്രോപ്സ് flowing down from Lily's hair blurred her eyes as they mixed with her tears. The raindrops flowing down from Lily's hair, അതായത് മഴയത്ത് നനഞ്ഞ അവളുടെ തലമുടിയിലൂടെ വെള്ളം അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒഴുകി. അതോടൊപ്പം blurred her eyes as they mixed with her tears, കണ്ണുനീരും എല്ലാം കൂടി അവളുടെ കാഴ്ചയെ മറച്ചു എന്നാണ് പറയണത്. The bitter cold made her shiver and her teeth started to chatter. The bitter cold made her shiver. അതായത് അവളുടെ ആ തണുത്ത് അവളിങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവളുടെ പല്ലുകൾ ഇങ്ങനെ കൂട്ടിയടിക്കുന്നുണ്ടായിരുന്നു. Her teeth started to chatter. Her dress was now completely drenched in the rain. Drenched means completely wet. അവളുടെ ഡ്രസ്സ് ആ മഴയത്ത് ഫുള്ളായിട്ട് നനഞ്ഞു. ഷീ പ്ലേസ്ഡ് ഹർ സ്ലേറ്റ് ആൻഡ് ബുക്സ് ഓൺ ദ ഫ്ലോർ. അവളുടെ ബുക്കും സ്ലേറ്റൊക്കെ ആ ഫ്ലോറിൽ വെച്ചു, നിലത്ത് വെച്ചു. ഷീ സ്ക്വീസ്ഡ് ദ എഡ്ജസ് ഓഫ് ഹർ സ്കേർട്ട് ടു റിങ് വാട്ടർ ഫ്രം ഇറ്റ്. അവൾ തൻ്റെ പാവാടയുടെ ഒരു ഭാഗം എടുത്തിങ്ങനെ പിഴിഞ്ഞു. എന്നാൽ ഫുള്ള് നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഇങ്ങനെ പിഴിഞ്ഞ വെള്ളം പോലെ അവളിങ്ങനെ പിഴിഞ്ഞു. ദ എഡ്ജസ് ഓഫ് ദ സ്കേർട്ട് സ്പ്ലിറ്റ്. ദ എഡ്ജസ് ഓഫ് ദി സ്കേർട്ട് സ്പ്ലിറ്റ്. അവളുടെ പാവാടയുടെ അറ്റം കീറിപ്പോയി. ഇറ്റ് വാസ് എ വെരി ഓൾഡ് സ്കേർട്ട്. ഇത് അവളുടെ ഏറ്റവും വളരെ പഴയ ഒരു സ്കേർട്ടായിരുന്നു. ദ ഓൺലി വൺ ഷീ ഹാഡ്. അവൾക്ക് ആകെയുള്ള ഒരേ ഒരു പാവാടയായിരുന്നു. അറ്റ് ഹോം ഷീ ഓൾവേസ് ഹാഡ് ടു ചേഞ്ച് ഇൻ ടു എ ബാത്ത് ടവൽ. അവൾ വീട്ടിലെത്തിയാൽ പതിവായി എന്താണ് ചെയ്യാറുള്ളത്? ബാത്ത് ടവൽ, ഒരു തോർത്തുമുണ്ടാണ് വീട്ടിലെടുക്കുക. കാരണം അവൾക്ക് ആകെ ഒരു ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ചെന്നാൽ അത് കഴുകിയിടുമ്പോൾ മാറിയിടാൻ അവൾക്കൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ വേറെ ഒരു തോർത്തുമുണ്ട് എടുത്തിട്ടാണ് ഈ ഡ്രസ്സ് കഴുകിയിടുക. ഓക്കെ ഡിയേഴ്സ്, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി വെരി മച്ച്. I will take the remaining part of the story in the next class. Okay, now let us discuss the side questions. Please look at the first question. Lily, you go with Gracie, baby said. Why did baby say so? Lily, you go with Gracie. Lily, നീ ഗ്രേസിയുടെ കൂടെ പൊക്കോ എന്ന് ബേബി പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ് ബേബി ഇപ്രകാരം പറഞ്ഞത്? എന്തുകൊണ്ടാണ് ബേബി ഇങ്ങനെ പറയാൻ കാരണം? യെസ്, ഹിസ് ലിറ്റിൽ സിസ്റ്റർ ലില്ലി ഹാഡ് നോ അംബ്രല. His little sister Lily had no umbrella. So baby said her to go with Gracie, who had an umbrella with her. അതുകൊണ്ട് തന്നെ തൻ്റെ മുന്നിൽ പോകുന്ന ഗ്രേസിയുടെ കയ്യിൽ കൊടയുണ്ട്, ലില്ലിയുടെ കയ്യിൽ കൊടയില്ല. അപ്പോൾ അവൾ കൊടയില്ല, അവളുടെ കൂടെ പൊക്കോളാനാണ് ബ്രദർ അവളോട് പറഞ്ഞത്. See the second question.
Is it just a drizzle or a heavy downpour? How does the author describe rain in the passage? അതായത് ഒരു ചെറിയ ചാറ്റൽ മഴയായിരുന്നോ അപ്പോൾ പെയ്തിട്ടുണ്ടായിരുന്നത്, അതോ കനത്ത മഴയായിരുന്നോ? എങ്ങനെയാണ് ഓഥർ മഴയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ പാസേജിൽ? ഇറ്റ് ഈസ് നോട്ട് എ ഡ്രിസിൽ, ഇറ്റ് ഈസ് എ ഡൗൺ പവർ. അതൊരു ചാറ്റൽ മഴയൊന്നും ആയിരുന്നില്ല. എന്തായിരുന്നു? ഒരു ശക്തമായ മഴ തന്നെയായിരുന്നു. ലില്ലി ഫീൽസ് ദ റെയിൻ ലാഷിംഗ് അറ്റ് ഹെർ ഫേസ്. ലില്ലിക്ക് ആ മഴ തൻ്റെ മുഖത്ത് വന്ന് പതിക്കുമ്പോൾ അടിക്കുന്നത് പോലെയാണ് തോന്നിയത്. എന്ന് പറഞ്ഞാൽ മഴ അത്ര ശക്തമായിട്ടാണ് ഇവിടുത്തെ ഓഥർ വർണ്ണിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ലില്ലി വെപ്റ്റ് ബിറ്റേർലി? എന്തുകൊണ്ടാണ് ലില്ലി ഉറക്കെ കരഞ്ഞത്? ഗ്രേസി ഡിഡിൻറ്റ് അലൗ ലില്ലി ടു സ്റ്റാൻഡ് അണ്ടർ ഹർ അംബ്രല. ഷീ ബെഗ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, ബട്ട് ഗ്രേസി വാസ് stubborn. സോ ലില്ലി വെപ്റ്റ് ബിറ്റേർലി. അതായത് ഗ്രേസി അവളെ കുടയിൽ നിർത്താൻ കൂട്ടാക്കിയില്ല അല്ലേ? അതുപോലെ തന്നെ അവൾ മാറി നിന്നു അല്ലേ? പിന്നെ ലില്ലി വീണ്ടും ബെഗ് ചെയ്തിട്ടും അവൾ നിർത്താൻ കൂട്ടാക്കിയില്ല. സോ Lily wept bitterly. Then fourth question, Lily saw Gracie passing by holding her umbrella open. What might Lily's feelings be? ലില്ലി കാണുകയാണ്, അവൾ വരാന്തയിൽ ഒരു കടയുടെ വരാന്തയിൽ ഒരു മൂലയ്ക്ക് കയറി നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് അല്ലേ? ആ സമയത്ത് ഗ്രേസി കുടയും കൊണ്ട് പാസ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലില്ലിയുടെ മനസ്സിൽ എന്തൊക്കെ ഫീലിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക? എന്തൊക്കെയായിരിക്കും? ഗ്രേസി ഈസ് റിച്ച്, ഷീ ഹാസ് ആൻ അംബ്രല, വി ആർ പുവർ, വി ഹാവ് നോ അംബ്രല. ഓക്കെ, അപ്പോൾ ഈ നാലാമത്തെ ആൻസർ നിങ്ങൾ ഒന്നുകൂടി വലുതാക്കിയിട്ട് എഴുതുക. അവളുടെ ലില്ലി ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളായിരുന്നു ലില്ലി എങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും വിഷമം ഉണ്ടാവുക? ആ ഫീലിങ്സാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം എന്തായാലും. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വി യൂഷ്വലി എൻജോയ് പ്ലേയിങ് ഇൻ ദ റെയിൻ, ബട്ട് ലില്ലി കുഡ്ന്റ് എൻജോയ് ദ റെയിൻ. വൈ? വി യൂഷ്വലി എൻജോയ് പ്ലേയിങ് ഇൻ ദ റെയിൻ. നമ്മൾ പതിവായിട്ട് മഴ ആസ്വദിക്കാറുണ്ട് നമ്മളെല്ലാവരും അല്ലേ? ബട്ട് ലില്ലി കുഡ്ന്റ് എൻജോയ് ദ റെയിൻ. വൈ? എന്തുകൊണ്ടാണ് ലില്ലിക്ക് മഴ ആസ്വദിക്കാൻ കഴിയാതിരുന്നത്? യെസ്, her little heart was hurt. Her little heart was hurt by the unkind behavior of Gracie. She was so sad that she couldn't enjoy the rain. Okay, അതായത് ലില്ലിയുടെ മനസ്സിൽ മുഴുവൻ ഗ്രേസി അവളോട് കാണിച്ച ആ ക്രൂരതയായിരുന്നു അല്ലേ? അപ്പോൾ അവൾക്ക് മഴ എൻജോയ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അവളെ ഏറ്റവും മഹത്തായി വിചാരിക്കുന്ന തൻ്റെ ബുക്സും സ്ലേറ്റും ഒക്കെ നനഞ്ഞു അല്ലേ? അപ്പോൾ അവൾക്ക് നല്ല വിഷമം ഉണ്ടാവില്ലേ? Then sixth question, cite an expression which suggests that Lily belongs to a poor family. Cite an expression which suggests that Lily belongs to a poor family. ലില്ലി പാവപ്പെട്ട ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്ന് പാവപ്പെട്ട ഫാമിലിയിലെ അംഗമാണ് എന്ന് കാണിക്കുന്ന വരികൾ നമ്മുടെ പാഠഭാഗത്തുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ ഡിയേഴ്സ്, you write the answers of these side questions in your notebook and send it to your teachers. Okay, then let us stop our class now. Meet you soon in the next class. Bye.